Dear students, in your mathematics complementary course, the course code is BMT2C02. The paper name is Mathematics 2. I am going to start from section 8.2 from module 3. Okay, so before starting section 8.2, we need to recall some basic concepts about matrices and which is given in section 8.1 of text 3. Our prescribed text is this one, that is Advanced Engineering Mathematics 6th edition by Dennis G. Zilchons. In this chapter, our syllabus is starting from 8.2 onwards. But before going to this section, first we will discuss what is meant by a matrix and also matrix algebra, operations on matrices. Okay, so what is meant by a matrix? Okay, a matrix can be defined as like this, that is a matrix is any rectangular array of numbers or functions. Okay, നമ്പറുകളെയോ ഫംഗ്ഷനുകളെയോ നമ്മൾ റെക്ടാങ്കുലർ അറേ ആയിട്ട് എഴുതുന്നതിന് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ജനറലി ഡിനോട്ട് ചെയ്ത് A11, A12 എക്സെട്ര A1n, A21, A22 എക്സെട്ര A2n, AM1, AM2 എക്സെട്ര AMn. So we can write a matrix as by rows and columns. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതാണ് റോസുകൾ, കോളംസ് എന്ന് പറയുന്നത് ഇതാണ്, നമുക്കറിയാം ഒരു മെട്രിക്സിൻ്റെ റോസും കോളംസും എന്താണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇതിലുള്ള എൻട്രീസിന് പറയുന്ന പേരാണ് A11, A12. ഇതാണ് നമ്മൾ മെട്രിക്സിലെ എൻട്രീസ് എന്ന് പറയുക, അല്ലെങ്കിൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മെട്രിക്സ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെട്രിക്സ് എഴുതുമ്പോൾ നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന ആ ഒരു നമ്പേഴ്സ് അല്ലെങ്കിൽ ഫംഗ്ഷനുകളെ പറയുന്ന പേരാണ് എൻട്രീസ് or elements. The numbers or functions in the array are called entries or elements. Okay, so here we have m rows, 1, 2 etc. m, and 1, 2 etc. n columns. Okay, so this matrix has m rows and n columns. Okay, so the size of this matrix denoted by m by n, number of rows into number of columns. So this is the notation of the size of a matrix, m by n. ഒരു മെട്രിക്സിൽ നമുക്ക് അതിനെ റോസും കോളംസും ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസ് ഇൻറ്റു കോളംസ്, ഈ രൂപത്തിലാണ്. ഇൻറ്റു എന്ന് പറയുന്നത് നമ്മളത് പറയുന്നത് ബൈ എന്നുള്ളതാണ്, എം ബൈ എൻ, ആ രൂപത്തിലാണ് അതിന് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കോൺസെപ്റ്റുകൾ തന്നെയാണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോകുന്നത് മാത്രം. ഓക്കെ, നൗ സോ വി ഹാവ് സൈസ് ഓഫ് ദ മെട്രിക്സ് വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ എം ബൈ എൻ. നൗ in a matrix, if the number of rows and columns are same, then such matrices are called square matrices. ഓക്കെ, ഒരു മെട്രിക്സിൽ നമ്പർ ഓഫ് റോസും കോളംസും സെയിം ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ വി ഹാവ് 1, 2, 3, 4. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം 1, 2 രണ്ട് റോസ് ഉണ്ട്, അതുപോലെ തന്നെ 1, 2 കോളംസും സെയിം ആണ്. സോ ഇതിനെ നമ്മൾ 2x2 മെട്രിക്സ് ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദിസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2. ഓക്കെ, ഒരു മെട്രിക്സിൽ ഇൻ ജനറൽ ഒരു മെട്രിക്സിൽ n റോസും n കോളംസും ഉണ്ടെങ്കിൽ അത് ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. അതിനെ നമ്മൾ പറയുന്നതാണ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n. ഓക്കെ, ഇനി ഒരു 1/1 മെട്രിക്സ്, ഇതെന്താണ് 1/1 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു റോ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു കോളം മാത്രമേ ഉണ്ടാവുള്ളൂ, ഈ രൂപത്തിൽ വരുന്നത്. അപ്പോൾ അതിലെന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ,
ഒരു സിംപ്ലി എ കോൺസ്റ്റൻറ്റ് ഓർ എ സിംഗിൾ ഫങ്ഷൻ. ഒറ്റ എൻട്രി മാത്രമേ ഉണ്ടാവുള്ളൂ 1/n മെട്രിക്സിൽ. വേറൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യണമെങ്കിൽ A = 1 2 5 6 9 3 2 റോസ് ഉണ്ട് 3 കോളംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2/3 ആണ്. Okay, size of this matrix is 2/3. Now consider this matrix. Okay, so this is matrix B. So this matrix has 1 2 3 4 rows and 1 2 3 4 columns. So this is a 4/4 matrix. So this matrix is also a square matrix of order 4. Okay, so B is a 4/4 square matrix or matrix of order 4. Okay, now the notation of matrices. നമ്മൾ മെട്രിക്സുകളെ ക്യാപിറ്റൽ ലെറ്ററുകൾ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്, A B C etc. or X. Okay, so we have matrix A, matrix B etc. Now the entry in the ith row and jth column of m/n matrix A is written as Aij. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലെ ഫസ്റ്റ് റോയിലുള്ള ഫസ്റ്റ് കോളത്തിലുള്ള എലമെൻ്റാണ് 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ A11 A12 A21 A22 ഇപ്പോൾ നമ്മൾ ജനറലി നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ഇതിൽ നമ്മൾ കണ്ടാണ്. ഇപ്പോൾ ഈ ഒരു എലമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും A11 എന്ന് പറയുന്നത് ഏത് എലമെൻറ്റാണ്? ഫസ്റ്റ് റോയിലുള്ള ഫസ്റ്റ് കോളത്തിലുള്ള എലമെൻറ്റാണ്. ഈ എലമെൻറ്റോ A12 എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലുള്ള എലമെൻറ്റാണ്. അപ്പോൾ ഇൻ ജനറൽ നമ്മൾ ith റോയിൽ അതുപോലെ തന്നെ jth കോളത്തിലുള്ള ഒരു എലമെൻറ്റിനെ ഒരു എൻട്രിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? Aij എന്നുള്ളതാണ്. ഫസ്റ്റ് എഴുതുന്നത് I എന്ന് പറയുന്നത് റോ ആണ്, J എന്ന് പറയുന്നത് കോളാണ്. ഓക്കെ, അപ്പോൾ ഇൻ ജനറൽ നമുക്ക് എന്ത് ചെയ്യാം? എ എന്ന് പറയുന്ന മെട്രിക്സിനെ Aij എന്ന് പറയാൻ പറ്റും. m റോസും n കോളംസ് ഉള്ള ഒരു മെട്രിക്സ് ആണ് നമുക്ക് Aij എന്ന് പറയാൻ പറ്റും. വേർ I varies from 1 2 3 etc. m and J varies from 1 2 3 etc. n. Okay, so the entry in the ith row and jth column of an m/n matrix A is written Aij. Also, an m/n matrix A is then abbreviated as A equal to this Aij m/n matrix. Okay, now for an n/n square matrix, that is a matrix of order n. Okay, the entries A11 A22 etc. AMM are called main diagonal entries. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഇതിലുള്ള ഈ എലമെൻസിനെയാണ് എന്ത് പറയുന്നത്? A11 A22 etc. ഡയഗണലിൽ വരുന്ന എൻട്രീസിനെ അതിനെ പറയുന്നത് മെയിൻ ഡയഗണൽ എൻട്രീസ് എന്നാണ് പറയുക. ഓക്കെ, ഈ ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 9 -2 -1 -4 I equal to J വരുന്ന ഈ പ്ലേസിലുള്ള എല്ലാ എൻട്രീസും അതിനാണ് നമ്മൾ എന്ത് പറയാം? മെയിൻ ഡയഗണൽ എൻട്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോർ ആൻ n/n സ്ക്വയർ മെട്രിക്സ് ദ എൻട്രീസ് സ്ക്വയർ മെട്രിക്സിൻ്റെ കേസിലാണ് A11 A22 etc. ANN ആർ കോൾഡ് ദ മെയിൻ ഡയഗണൽ എൻട്രീസ്. ഓക്കെ, സോ ദ മെയിൻ ഡയഗണൽ എൻട്രീസ് ഫോർ ദ മെട്രിക്സ് B നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു. എന്തൊക്കെയാണ്? -9 -2 -1 and -4. Okay, now column and row vectors. An n/1 matrix A1 A2 etc. A. Here we have only one column, so this is one column. Number of column is 1. Number of row is n. So this is a this type of matrix is called column vector. എന്നുവെച്ചാൽ ഒറ്റ കോളം മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള മെട്രിക്സിനാണ് നമ്മൾ കോളം വെക്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നൗ റോ വെക്റ്റർ.
റോ വെക്ടർ എന്ന് പറയുന്നത് ഒറ്റ റോ മാത്രം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ റോ വെക്ടർ എന്ന് പറയും. ഇഫ് എ മെട്രിക്സ് ഹാസ് ഓൺലി വൺ റോ ദെൻ ദാറ്റ് മെട്രിക്സ് ഈസ് കോൾഡ് റോ വെക്ടർ. Okay, so this is a row vector. Okay, next equality of matrices. Suppose we have two matrices A and B, then these matrices are of order m by n. Okay, m by n സൈസിലുള്ള രണ്ട് മെട്രിക്സുകളാണ് എയും ബിയും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് മെട്രിക്സുകളും ഈക്വൽ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എ ഐ ജെ ഈക്വൽ ടു ബി ഐ ജെ ഫോർ ഈച്ച് ഐ എൻ ജെ. That is, if they have same size and their corresponding entries are equal. ഇപ്പോൾ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണെന്ന്, രണ്ട് മെട്രിക്സുകൾ ഓഫ് സെയിം ഓർഡറിലുള്ള രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് എൻട്രീസ് ഈക്വൽ ആയിരിക്കണം. എന്ന് വെച്ചാൽ എ എന്ന് പറയുന്ന മെട്രിക്സ് എടുക്കുക. ഓക്കെ, ആ മെട്രിക്സ് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുക്കുക. ഈ മെട്രിക്സിൻ്റെ ഫസ്റ്റ് എൻട്രി, അതായത് ഫസ്റ്റ് റോയിലും ഫസ്റ്റ് കോളത്തിലുള്ള എൻട്രിയും ബി എന്ന് പറയുന്ന മെട്രിക്സിലെ ഫസ്റ്റ് റോയിലും ഫസ്റ്റ് കോളത്തിലുള്ള എൻട്രി ഇത് രണ്ടും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അങ്ങനെ ഓരോന്നും സെയിം ആയിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. ഇക്വാലിറ്റി ഓഫ് മെട്രിക്സസ്. ഇപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഈ രണ്ട് മെട്രിക്സ്, ദ മെട്രിക്സസ് 1 1 1 1 ആൻഡ് ദേ ആർ നോട്ട് ഈക്വൽ. ഇതിൽ ഫസ്റ്റ് എൻട്രി 1 ആണ്, ഇവിടെയും 1 ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എൻട്രി 1 ആണ്, ഇതാണ്. പക്ഷെ എന്താണ്, ഇവിടെ വേറൊരു എലമെൻറ്റ് കൂടിയുണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ സൈസ് ഡിഫറെൻ്റ് ആണ്. ദ സൈസ് ഓഫ് ദ ഫസ്റ്റ് മെട്രിക്സ് ഈസ് 2/2 ആൻഡ് ദ സൈസ് ഓഫ് ദ സെക്കൻഡ് മെട്രിക്സ് ഈസ് 2/3. ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ദേ ഹാവ് ദ സെയിം സൈസ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കത് ഇക്വാലിറ്റി പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ സെക്കൻഡ് കേസ് 1 2 3 4 1 2 4 3 ഹിയർ ആൾസോ നോട്ട് ഈക്വൽ. കാരണം എന്താ, ഇവിടെ സെയിം ആണ്, ഇത് സെയിം ആണ്, 2 സെയിം ആണ്, 2 സെയിം ആണ്, പക്ഷേ ഇവിടെ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇത് രണ്ടും എന്തല്ല, ഈക്വൽ അല്ല. അപ്പോൾ അതുകൊണ്ട് ദ കറസ്പോണ്ടിങ് എൻട്രീസ് ഇൻ ദ സെക്കൻഡ് റോസ് ഓഫ് ദ മെട്രിക്സ് ആർ നോട്ട് ദ സെയിം. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ട് മെട്രിക്സുകൾ ഈക്വൽ. അപ്പോൾ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ദേ ഹാവ് സെയിം സൈസ് ആൻഡ് ദെയർ കറസ്പോണ്ടിങ് എൻട്രീസ് ആർ ഈക്വൽ. അപ്പം അങ്ങനെയാണെങ്കിലാണ് നമ്മൾ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണെന്ന് പറയാം. ഇനി നെക്സ്റ്റ് മെട്രിക്സ് അഡീഷൻ. രണ്ട് മെട്രിക്സുകളെ നമ്മൾ ആഡ് ചെയ്യുക എങ്ങനെയാണെന്നുള്ളതാണ്. സോ വി ഹാവ് എ ആൻഡ് ബി, ടു മെട്രിക്സസ്. രണ്ട് മെട്രിക്സുകൾ എടുക്കുക. ദേ ആർ m by n matrices. Okay, if A and B are m by n matrices, then their sum A plus B equal to Aij plus Bij, which is m by n order. For example, consider the matrix A 2 minus 1 3 0 4 6 minus 6 10 minus 5. B is this matrix 4 7 minus 8 9 3 5 1 minus 1 2. അപ്പോൾ ഈ രണ്ട് മെട്രിക്സ് നമ്മൾ ആഡ് ചെയ്യണം, എ പ്ലസ് ബി. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഇതിൻ്റെ ഇത് രണ്ടും സെയിം ഓർഡറാണ്, നമുക്കറിയാം. ഇതെന്താണ്, 3/3 ആണ്, ഇതും 3/3 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഫസ്റ്റ് റോയിലുള്ള ഫസ്റ്റ് എൻട്രി, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിലുള്ള എൻട്രി, ഇത് രണ്ടിൻ്റെയും സെയിം എൻട്രികൾ എന്ത് ചെയ്യുക, നമ്മൾ ആഡ് ചെയ്യുക. സോ 2 + 4. അതുപോലെ തന്നെ -1 7 ആഡ് ചെയ്യുക, 3 - 6 കറസ്പോണ്ടിങ് എൻട്രീസുകൾ ആഡ് ചെയ്യുക. ഓക്കെ, സോ മെട്രിക്സ് അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡിങ് കറസ്പോണ്ടിങ് എൻട്രീസ്. ഇപ്പോൾ നമുക്ക് അതുപോലെ 0 9 ഇവിടെ കിട്ടും. അങ്ങനെ ഓരോന്നും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫൈനൽ ആൻസറാണ് ഇതിൻ്റെ സം എന്ന് പറയുന്നത്. ഓക്കെ, ദ സം ഓഫ് എ ആൻഡ് ബി ഈസ് നോട്ട് ഡിഫൈൻഡ്. കാരണം എന്താ, ഇത് ഡിഫറെൻറ്റ് സൈസുകളാണുള്ള, ഡിഫറെൻറ്റ് സൈസ്. ഈ മെട്രിക്സ് ഇവിടെ 2 റോ 3 കോളം, ഇവിടെ ആണെങ്കിൽ 2/2 ആണ്. രണ്ടിൻ്റെയും സൈസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ആഡ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, നെക്സ്റ്റ് സ്കേലാർ മൾട്ടിപ്പിൾ ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിനെ ഒരു സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എങ്ങനെയാണെന്നുള്ളതാണ്. സോ ഇഫ് കെ ഈസ് എ റിയൽ നമ്പർ,
then the scalar multiple of a matrix A is, which is denoted Ka, which is equal to Ka11, Ka12, etc. Ka1 and etc. Km1, Km2, Kam2, Kamn. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൻ്റെ മീനിങ് എന്താണ്? ഒരു മെട്രിക്സിനെ നമ്മളൊരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ ആ മെട്രിക്സിലുള്ള ഓരോ എൻട്രിനെയും എന്ത് ചെയ്യുക, ഈച്ച് എൻട്രിനെയും നമ്മൾ എന്ത് ചെയ്യുക, സ്കെയിലാർ കൊണ്ട്, ആ പെർട്ടിക്കുലർ സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വി മൾട്ടിപ്ലൈ ഈച്ച് എൻട്രി ഓഫ് എ ബൈ സ്കെയിലാർ കെ. ഓക്കെ, അപ്പോൾ അതാണ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. 5 എന്ന് പറഞ്ഞ സ്കെയിലാർ കൊണ്ട് നമ്മൾ ഈ ഒരു മെട്രിക്സിന് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതിനെ നമ്മൾ ഈ ഒരു ഇത് വെച്ചിട്ട് പറയാൻ പറ്റും എന്ത്, 5നെ നമ്മൾ ഓരോ എൻട്രിനെയും, ഇതിലുള്ള ഈ മെട്രിക്സിലുള്ള ഓരോ എൻട്രിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. സോ 5 ഇൻറ്റു 2 അതാണത്, 5 ഇൻറ്റു -3, 5 ഇൻറ്റു 4, 5 ഇൻറ്റു -1. അപ്പോൾ അത് കിട്ടുന്ന മെട്രിക്സാണ് ഈ 5 കൊണ്ട് ഈ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന മെട്രിക്സ്. ഓക്കെ, ഇനി രണ്ട് മെട്രിക്സുകളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ്, സപ്പോസ് വി ഹാവ് എ ആൻഡ് ബി, ടു മെട്രിസസ് സെയിം ഓർഡറുള്ള m/n മെട്രിക്സുകളാണ് സപ്പോസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് a മൈനസ് ബി? a മൈനസ് ബി നമുക്ക് എങ്ങനെ ചെയ്യാം? a പ്ലസ് മൈനസ് ബി. സോ വാട്ട് ഈസ് അഡീഷൻ? നമുക്കറിയാം ഇവിടെ മൈനസ് ബി എന്ന് പറഞ്ഞ മെട്രിക്സ് എന്താണ്? -1 ഇൻറ്റു ബി ആണ്. എന്ന് വെച്ചാൽ -1 എന്ന് പറഞ്ഞ സ്കെയിലാർ കൊണ്ട് ബീനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ മെട്രിക്സ് കിട്ടുക. ആ മെട്രിക്സിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്യുക, അപ്പോഴാണ് നമുക്ക് എന്ത് a മൈനസ് ബി എന്ന് കിട്ടുക. അപ്പോൾ ഡിഫറൻസ് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ രൂപത്തിൽ ചെയ്താൽ മതി, a മൈനസ് ബി ഈക്വൽ ടു a പ്ലസ് മൈനസ് ബി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷന്, അഡീഷനൊക്കെ ഡിഫൈൻ ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസാണ്, പ്രോപ്പർട്ടീസ് ഓഫ് മെട്രിക്സ് അഡീഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, സോ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് a പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ. ഹിയർ എ, ബി ആൻഡ് സി ആർ m/n matrices and k1 and k2 are scalars. We have two scalars, k1 and k2, and three matrices a, b and c. They are m/n matrices. Okay, then first property, a plus b equal to b plus a. This property is known as commutative law of addition. ഇതിൻ്റെ മീനിങ് എന്താണ്? എ പ്ലസ് ബി എന്ന് പറയുന്നത് രണ്ട് എൻ്റെയും ബിൻ്റെയും അഡീഷനാണ്. അപ്പോൾ നമുക്കൊരു മെട്രിക്സ് കിട്ടും. ഇനി നമ്മളിത് ആഡ് ചെയ്തതിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് എ ആണ് എടുത്തത്, സെക്കൻഡ് ബി എടുത്ത്. ഇനി ഫസ്റ്റ് ബി എടുക്കുക, സെക്കൻഡ് എ എടുക്കുക. ആ സമയത്തൊരു മെട്രിക്സ് കിട്ടും. ഈ രണ്ട് മെട്രിക്സുകൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, എയും ബിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെട്രിക്സ് കിട്ടും. ബിയും എയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മെട്രിക്സ്, ഈ രണ്ട് മെട്രിക്സും സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ രണ്ട് മെട്രിക്സ് ഉണ്ട്, എ പ്ലസ് ബി ചെയ്തു, അത് നമ്മൾ ബി പ്ലസ് എ ചെയ്താലും സെയിം ആയിരിക്കും. അതുകൊണ്ട് ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ പറയുന്ന പേരാണ് കമ്മ്യൂട്ടേറ്റിവിറ്റി ഓർ കമ്മ്യൂട്ടേറ്റീവ് ലോ ഓഫ് അഡീഷൻ എന്ന് പറയുന്നത്. എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുത്തിട്ട് അതൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും വളരെ സിമ്പിളായിട്ട്. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. വി ഹാവ് ത്രീ മെട്രിസസ് എ, ബി ആൻഡ് സി. ഓക്കെ, ഫസ്റ്റ് LHS എന്താണ് പറയുന്നത്? ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ആദ്യം സെക്കൻഡ് മെട്രിക്സും തേർഡ് മെട്രിക്സും ആഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു മെട്രിക്സ് കിട്ടും. അതിന് നമ്മൾ എന്ത് ചെയ്യുക? എ കൊണ്ട് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു മെട്രിക്സ് ഇവിടെ കിട്ടും. ആദ്യം നമ്മൾ ചെയ്തത് സെക്കൻഡും തേർഡും ആഡ് ചെയ്തു, അതിൻ്റെ കൂടെ ഫസ്റ്റ് ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു മെട്രിക്സ് കിട്ടും. ഇനി ഇതിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്യുക. അങ്ങനെ ആദ്യം ഫസ്റ്റ് മെട്രിക്സും സെക്കൻഡ് മെട്രിക്സും ആഡ് ചെയ്യണത്, ദെൻ തേർഡ് മെട്രിക്സ്. അപ്പോൾ നമുക്ക് വേറൊരു മെട്രിക്സ് കിട്ടും. ഈ രണ്ട് മെട്രിക്സും എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ആഡ് ചെയ്യുന്നതിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്യുന്നതിലും എന്താണ് നമ്മളുടെ ആൻസറിൽ ചേഞ്ച് വരുന്നില്ല. എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. ഓക്കെ, നമ്മളുടെ മാത്തമാറ്റിക്സിൽ ഈ ഒരു ബ്രാക്കറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, കാരണം ബ്രാക്കറ്റിലുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്, നിങ്ങൾക്കറിയാം. സോ ഈ ഒരു പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണ് അസോസിയേറ്റീവ് ലോ ഓഫ് അഡീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് രണ്ട് സ്കെയിലാർസ് k1ഉം k2. ഓക്കെ, സോ k1 ഇൻറ്റു k2 ഇൻറ്റു എ
ഈക്വൽ ടു K1 ഇൻറ്റു K2A എന്നുള്ളതാണ്. ഓക്കെ, ഇതെന്താണ് പറയുന്നത്? ഇവിടെ നമുക്ക് 2 സ്കേലാർസ് ഉണ്ട്, K1 ഉം K2. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഈ K1 ഉം K2 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് വേറെ സ്കേലാർ കിട്ടും. ആ സ്കേലാർ കൊണ്ട് നമ്മൾ എനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? ഒരു മെട്രിക്സ് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം K2നെ കൊണ്ട് ഈ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക. K2 എന്ന് പറഞ്ഞ സ്കേലാറിനെ കൊണ്ട് ഈ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മെട്രിക്സ് കിട്ടും. ഇതൊരു മെട്രിക്സ് ആയിരിക്കും. ആ മെട്രിക്സ് നമ്മൾ വീണ്ടും K1 എന്നുള്ള സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ കിട്ടുന്ന മെട്രിക്സും എന്തായിരിക്കും? ഇപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ മെട്രിക്സ്. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇത് രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ 1 ഇൻറ്റു A ഈക്വൽ ടു A എന്ന് വെച്ചാൽ ഒരു മെട്രിക്സിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ മെട്രിക്സ് തന്നെയാണ് കിട്ടുന്നത്. അടുത്തത് 5th പ്രോപ്പർട്ടി K1 ഇൻറ്റു A പ്ലസ് B ഈക്വൽ ടു K1A പ്ലസ് K1B. ഇതിനെ പറയുന്ന പേരാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയുന്നത് നമുക്ക് 2 മെട്രിക്സുകളുണ്ട്. ആ മെട്രിക്സ് നമ്മൾ ആഡ് ചെയ്തു, അതാണ് A പ്ലസ് B. അപ്പോൾ ഒരു മെട്രിക്സ് കിട്ടും. അതിനൊരു സ്കേലാർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ K1 കൊണ്ട്. അപ്പോൾ കിട്ടുന്ന മെട്രിക്സും നമ്മൾ ഈ സെപ്പറേറ്റ് എനെയും ബിനെയും K1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ ആഡ് ചെയ്യുമ്പോഴും കിട്ടുന്ന മെട്രിക്സും സെയിം ആയിരിക്കും. ഓക്കെ, K1 A പ്ലസ് B ചെയ്താലും K1 ഇൻറ്റു A പ്ലസ് B. ആദ്യം നമ്മൾ A പ്ലസ് B കാണുക എന്ന് വെച്ചാൽ എയും ബിയും നമ്മൾ ആഡ് ചെയ്യുക. ആ മെട്രിക്സിനെ നമ്മൾ K1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആൻസറും നമ്മൾ എന്ത് ചെയ്യുക? സെപ്പറേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. A എന്ന് പറയുന്ന മെട്രിക്സിനെ K1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, B എന്ന് പറയുന്ന മെട്രിക്സിനെയും K1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ പിന്നെ ആഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആൻസറും സെയിം ആയിരിക്കും. അപ്പോൾ അതിനെ ഈ ഒരു പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ലോ എന്താണ്? അടുത്തതും ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ്. പക്ഷെ ഇവിടെ ഒരു ചേഞ്ച് ഉണ്ട്. ആദ്യം നമ്മൾ എന്താണ്? K1 പ്ലസ് K2 ഇൻറ്റു A ആണ്. ഇവിടെ നമ്മൾ 2 സ്കേലാർസാണ് ഉള്ളത്. ആ 2 സ്കേലാർസിനെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ സ്കേലാർ കിട്ടും. അതിനെ A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഈ 2 സ്കേലാർസിനെയും ഇതിൻ്റെ കൂടെ സെപ്പറേറ്റ് ആയിട്ട് A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നതും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇതാണ് പ്രോപ്പർട്ടി 6 പറയുന്നത്. ഇതും എന്താണ്? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ്. അടുത്തൊരു പ്രധാനപ്പെട്ട ഓപ്പറേഷനാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളത്. ഇപ്പോൾ ഇതുവരെയുള്ളതൊക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ പിന്നെ പലപ്പോഴും ചെയ്യുന്നതാണ്, നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചതാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് അറിയാം. പക്ഷേ പലപ്പോഴും നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്തൊക്കെ തെറ്റ് വരാൻ സാധ്യതയുള്ളൊരു ഇതാണ് ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അത് അറിയാത്തതുകൊണ്ടല്ല, പലപ്പോഴും നമുക്ക് അശ്രദ്ധരാകും. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട്, കാരണം നമുക്ക് ഇതിൽ എലമെൻ്ററി ഓപ്പറേഷൻസൊക്കെ വരുന്നത് ഈ ഒരു സാധനം യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ പലപ്പോഴും നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ എന്ത് ചെയ്യണം? നമ്മൾ വളരെ പിന്നെ സ്പീഡായിട്ട് നമുക്ക് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതല്ലെങ്കിൽ നമ്മൾ ചെയ്യും ആൻസർ ശരിയാണ്, പക്ഷേ സ്പീഡ് വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രം. കാരണം പല ആളുകളിൽ നമ്മൾ പിന്നെ ഇത് കണ്ടുവരുന്നതാണ് ഈ ഒരു പ്രോബ്ലം. പക്ഷേ പിന്നെ ഒരുപക്ഷെ മെജോറിറ്റി ആളുകൾക്ക് ഇതൊരു പ്രോബ്ലം അല്ലായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ മാക്സിമം പിന്നെ എക്സസൈസ് പാർട്ടിൽ മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നിങ്ങൾ എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ സ്പീഡ് കിട്ടും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നമ്മൾ പിന്നീട് അപ്ലൈ ആണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെട്രിക്സ് അൾജിബ്ര നമ്മൾ ഈ ഒരു പിന്നെ ഇവിടെ ചെയ്യാം. നമ്മൾ സിലബസിലില്ലെങ്കിലും ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ബാക്കി വരുന്നതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, സപ്പോസ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ എടുക്കുന്ന മെട്രിക്സുകളുടെ സൈസാണ്. Suppose we have a matrix A having m rows and p columns. Okay, matrix A order എന്താണ്? m rows p columns. അതാണ് അതിൻ്റെ സൈസ്. B എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ്? p rows n columns. അപ്പോൾ ഈ 2 മെട്രിക്സുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ 2 സെയിം ആണ്. അതായത് ഫസ്റ്റ് മെട്രിക്സിൻ്റെ കോളവും
മൾട്ടിപ്ലൈ ചെയ്യുന്ന സെക്കൻഡ് മെട്രിക്സിൻ്റെ റോവിൻ്റെയും നമ്പേഴ്സ് എന്തായിരിക്കണം സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് അത് നമുക്ക് രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഓർഡറും സെയിം ആയിരിക്കണം, നമ്പറും സെയിം ആയിരിക്കണം. അതായത് A/m/p ആയിരിക്കണം, B/p/n ആയിരിക്കുമ്പോഴാണ് നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള രണ്ട് മെട്രിക്സാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ ആ മെട്രിക്സുകളുടെ പ്രൊഡക്റ്റ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് AB എന്നുള്ളതാണ്. AB എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് എ എന്ന് പറയുന്ന മെട്രിക്സ് A11 A12 എക്സെട്ര A1p എക്സെട്ര AM1 AM2 എക്സെട്ര AMP. ബി എന്ന് പറയുന്ന മെട്രിക്സ് B11 B12 എക്സെട്ര B1n എക്സെട്ര BP1 BP2 എക്സെട്ര BPM. ഇപ്പോൾ എൻ്റെ ഓർഡർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു m/p ആണ്. ബീൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? B/p/n ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ എടുക്കുക. ആ ഫസ്റ്റ് റോനെ നമ്മൾ സെക്കൻഡ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഇതിലെ ഫസ്റ്റ് എലമെൻറ്റ് ഇൻറ്റു ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് എലമെൻറ്റ്. ഓക്കെ, അതാണ് A11 ഇൻറ്റു B11 ഇവിടെ കിട്ടി. ഇനി അടുത്തത് A12 ഇൻറ്റു ഇതിലെ സെക്കൻഡ് B21. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ പ്ലസ്. ഓക്കെ, എക്സെട്ര ലാസ്റ്റ് പ്ലസ് A1p ഇൻറ്റു BP1. നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത് മാത്രം. അപ്പോൾ നമുക്ക് AB-യിലുള്ള ഇത് ഫസ്റ്റ് എലമെൻ്റ് ആണ്. ആക്ച്വലി ഇത് സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എലമെൻറ്റ് കിട്ടും. ഫസ്റ്റ് റോയിലുള്ള ഫസ്റ്റ് എലമെൻറ്റ്. ഇനി ഫസ്റ്റ് റോയിലുള്ള സെക്കൻഡ് എലമെൻറ്റ് ഇവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫസ്റ്റ് റോനെ ഈ സെക്കൻഡ് കോളം കൊണ്ട് ഇതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ ഫസ്റ്റ് റോയിലുള്ള ലാസ്റ്റ് എലമെൻറ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് മെട്രിക്സിലുള്ള ഫസ്റ്റ് റോനെ നമ്മൾ ലാസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതാണ് A11 ഇൻറ്റു B1n, അതാണിത്. പ്ലസ് A12 ഇൻറ്റു B2n, അതാണിത്. പ്ലസ് എക്സെട്ര പ്ലസ് A1p ഇൻറ്റു BPn, അതാണിത്. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് റോ ആണ് കിട്ടിയത്. അപ്പോൾ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? സെക്കൻഡ് റോ എടുത്ത് എന്നിട്ട് ഇതിലുള്ള ഓരോ കോളത്തിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഫൈനൽ ആൻസറിലുള്ള സെക്കൻഡ് റോയിലുള്ള എലമെൻസിനെ കിട്ടും. ഓക്കെ, അപ്പോൾ AB-യിലുള്ള സെക്കൻഡ് റോയിലുള്ള എലമെൻസിനെ കിട്ടുന്നതിന് വേണ്ടി എന്നിട്ട് ഈ സെക്കൻഡ് റോ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഓരോ കോളത്തെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. എക്സെട്ര ഫൈനലി നമ്മൾ എന്ത് ചെയ്യുക? ഇതുപോലെ ഓരോ കോളത്തിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുക. അപ്പോൾ അതാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. എക്സാമ്പിൾസ് തന്നിട്ടുണ്ട് ഇവിടെ. A എന്ന് പറയുന്ന മെട്രിക്സ് 4735, B എന്ന് പറയുന്ന മെട്രിക്സ് 9 - 2 6 8. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് റോ എടുക്കുക, ഇതിൽ ഫസ്റ്റ് കോൾ എടുക്കുക. സോ 4 ഇൻറ്റു 9 പ്ലസ് 7 ഇൻറ്റു 6, അതാണ് 4 ഇൻറ്റു 9 പ്ലസ് 7 ഇൻറ്റു 6 ആയിരിക്കും നമ്മളുടെ ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഈ ഫസ്റ്റ് റോനെ ഇതിലുള്ള സെക്കൻഡ് കോളം കൊണ്ട്, അപ്പോൾ നമുക്ക് ഇതിലെ സെക്കൻഡ് എലമെൻറ്റ് കിട്ടും. സോ 4 ഇൻറ്റു 2 -2 പ്ലസ് 7 ഇൻറ്റു 8, അപ്പോൾ നമുക്കിതിൽ സെക്കൻഡ് കിട്ടും. ഇതുപോലെ തന്നെ ഈ റോ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ രണ്ട് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും, സെക്കൻഡ് കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും. ഓക്കെ, അപ്പോൾ കിട്ടുന്ന ഫൈനൽ ആൻസറാണ് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ രണ്ട് മെട്രിക്സിനെയും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ 3 റോസ് ഉണ്ട്, 2 കോളംസ് ഉണ്ട്. ഇവിടെ 2/2 ആണ്. അപ്പോൾ ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതിൻ്റെ ഓർഡർ എന്തായിരിക്കും? 3/2 ആയിരിക്കും. മനസ്സിലായോ? നമ്മൾ m/p എന്നുള്ള മെട്രിക്സിന് നമ്മൾ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്?
പി ബൈ എൻ എന്ന് പറയുന്ന മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? എം ബൈ എൻ മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, എക്സാമ്പിൾ തന്നിട്ടുണ്ട് എ ഇൻറ്റു ബി. നമ്മളിവിടെ നേരത്തെ പറഞ്ഞു അഡീഷൻ ഓഫ് എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ. അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്, ബട്ട് multiplication in general not commutative. That means എപ്പോഴും എന്തായിക്കോളന്നില്ല, എ ബി ഈക്വൽ ടു ബി ആയിക്കോളന്നില്ല. എ ബി നോ, സോ ഇൻ ജനറൽ എ ബി നോട്ട് ഈക്വൽ ടു ബി എ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് എ എന്ന് പറയുന്ന എക്സാമ്പിളിൽ രണ്ട് മെട്രിക്സുകൾ തന്നിട്ടുണ്ട്, 4 7 3 5ഉം ബി എന്ന് പറയുന്ന മെട്രിക്സ് 9 - 2 6 8 ആണ്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 78 ഇതാണ്, 78 48 ഇതാണ് കിട്ടുന്നത്. ഇനി നമ്മൾ ബി എ കാണുക. ഫസ്റ്റ് എലമെൻറ്റ് ബി എടുക്കുക, സെക്കൻഡ് എലമെൻറ്റ് എ എടുക്കുക. അപ്പോൾ കിട്ടുന്നത് എന്താണ്? ഇതാണ് 30. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. 13 53 48 82 എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും രണ്ട് മെട്രിക്സ് ഒന്നുമില്ല, സെയിം അല്ല എന്നുള്ളത്. അപ്പോൾ ഇൻ ജനറൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ is not commutative. Okay, now the product of m by n matrix with n by n column vector is an m by 1 column vector. ഇതൊരു 2x2 മെട്രിക്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ഇതൊരു 2x1 കോളം വെക്ടറാണ്, ഒറ്റ കോളേ ഉള്ളൂ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു m by 1 കോളം വെക്ടർ ആയിരിക്കും. ഇവിടെ ഇതായിരിക്കും നമുക്ക് കിട്ടുക 2x1, അതായത് 2 റോ ഉണ്ട് ഇതിൽ, 2 റോസും ഒരു കോളവും. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു മെട്രിക്സിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ രൂപത്തിൽ എഴുതാൻ പറ്റും. അതായത് എ കോളം വെക്ടർ as a sum of 2 or more column vectors you can write. Okay, next മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രോപ്പർട്ടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കമ്മ്യൂട്ടേറ്റിവിറ്റി സാറ്റിസ്ഫൈ ചെയ്തോളണമെന്നില്ല. ഇൻ ജനറൽ നമുക്ക് രണ്ടും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റില്ല. എ ബി നോട്ട് ഈക്വൽ ടു ബി എ. അടുത്ത നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയാണ് അസോസിയേറ്റീവ് ലോ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി എന്നായിരുന്നു അഡീഷൻ്റെ കേസിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എ ഇൻറ്റു ബി ഇൻറ്റു സി എന്ന് വെച്ചാൽ രണ്ട് മെട്രിക്സുകൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് മൂന്നാമത്തെ മെട്രിക്സിനോട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതും എ ഇൻറ്റു ബി ഫസ്റ്റ് രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ദെൻ മൂന്നാമത്തെ, ഇത് രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് അസോസിയേറ്റീവ് ലോ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. 3 മെട്രിക്സുകളുണ്ട്, അതിൽ നമ്മൾ ഫസ്റ്റ് രണ്ട് മെട്രിക്സിനെ ആഡ് ചെയ്തു, ദെൻ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഓരോ മെട്രിക്സിനെ എ കൊണ്ട് സെപ്പറേറ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടും സെയിം ആയിരിക്കും. എ ഇൻറ്റു ബി പ്ലസ് സി ഈക്വൽ ടു എ ബി പ്ലസ് എ സി. അപ്പോൾ ഈ പറയുന്ന പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ടത് വെരിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് എക്സസൈസിൽ ഒരുപാട് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, നിങ്ങൾക്കത് ചെയ്ത് നോക്കിയിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റും. അനദർ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ് ഇത്, ബി പ്ലസ് സി ഇൻറ്റു എ ഈക്വൽ ടു ബി എ പ്ലസ് സി എന്ന് പറയുന്നത്. ഇനി ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്, ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്, ദ ട്രാൻസ്പോസ് ഓഫ് ദ m by n മെട്രിക്സ് ഈസ് ദ n by m മെട്രിക്സ് വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ a പവർ t. ഓക്കെ, എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസിനെ നമ്മൾ AT ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മീനിങ് ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുന്നത്? ഇൻ്റർചേഞ്ച് റോസ് ആൻഡ് കോളംസ്. എ എന്ന് പറയുന്ന മെട്രിക്സിലെ റോകളൊക്കെ എന്തായിരിക്കും? എ ട്രാൻസ്പോസിലെ കോളംസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ എ നേരത്തെ നമ്മൾ ജനറലായിട്ട് പറയുന്നത് A11 A12 എക്സെട്ര A19. ഓക്കെ, A21 A22 എക്സെട്ര A2n. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ AM1 AM2 എക്സെട്ര AMN. അപ്പോൾ ഇതാണ് നമ്മളുടെ മെട്രിക്സ് എങ്കിൽ ഇതിൻ്റെ ട്രാൻസ്പോസ് എന്താണ്? ഇതാണ് എ എങ്കിൽ ട്രാൻസ്പോസ് എന്തായിരിക്കും?
ഈ പറയുന്ന A11 A12 എക്സെട്ര A1M ഒക്കെ എന്തായിരിക്കും എ ട്രാൻസ്പോസിലുള്ള ഫസ്റ്റ് കോൾ ആയിരിക്കും. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. A11 A12 എക്സെട്ര ഇതാണ്. അപ്പോൾ ഇതിലെ റോ എന്തായി മാറി, ഇതിലെ കോളായിട്ട് മാറി. അതാണ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ്റർചേഞ്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ വി ഹാവ് A equal to 904 375 2 rows 3 columns. അപ്പോൾ ഇതിലെ ഫസ്റ്റ് റോ 904 ആണ്. ഇപ്പോൾ എ ട്രാൻസ്പോസ് കാണുമ്പോൾ ഈ റോനെ നമ്മൾ കോളാക്കി എഴുതുന്നു. സെക്കൻഡ് റോ 375 അതിനെ നമ്മൾ കോളാക്കി എഴുതുന്നു. സോ ദിസ് ഈസ് എ ട്രാൻസ്പോസ്. ഓക്കെ, നൗ another example B, then B transpose. Okay, അതുപോലെ തന്നെ C transpose. Now properties of transpose. Suppose we have two matrices A and B and K be a scalar, then first we find transpose of A, then again transpose. അതെന്തായിരിക്കും? A തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ട്രാൻസ്പോസ് ഓഫ് എ ട്രാൻസ്പോസ്. ഓക്കെ, അതുപോലെ തന്നെ രണ്ട് മാട്രിക്സുകൾ ആഡ് ചെയ്യുക. അതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ സെപ്പറേറ്റ് ട്രാൻസ്പോസ് ആഡ് ചെയ്യുന്നതിന് സെയിം ആയിരിക്കും. A പ്ലസ് B ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു A പ്ലസ് B ട്രാൻസ്പോസ്. അതുപോലെ തന്നെ രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നത് എന്തിനോട് സെയിം ആയിരിക്കും? B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിൻ്റെ ഓർഡർ ഡിഫറെൻ്റ് ആണ്. ഫസ്റ്റ് B ആയിരിക്കണം, ദെൻ A. B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു മെട്രിക്സിനെ ഒരു സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. അതെന്തും സെയിം ആയിരിക്കും. സ്കേലാർ കൊണ്ട് അതിൻ്റെ ട്രാൻസ്പോസിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനോട് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പ്രോപ്പർട്ടിയാണ് ട്രാൻസ്പോസ് ഓഫ് എ സ്കേലാർ മൾട്ടിപ്പിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സെക്കൻഡ് പ്രോപ്പർട്ടി, ഈ ഒരു പ്രോപ്പർട്ടി ഇവിടെ രണ്ട് മെട്രിക്സ് മാത്രം. നമ്മൾ മൂന്ന് മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ എന്താവും? A പ്ലസ് B പ്ലസ് C അതിന് ട്രാൻസ്പോസ് എടുക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് നമുക്ക് ട്രാൻസ്പോസ് കണ്ടാൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനിലോ ഇതിൻ്റെ ഓർഡർ ചെയ്യും. ഫസ്റ്റ് ലാസ്റ്റ് നിന്നിട്ടാണ് വരിക. C ട്രാൻസ്പോസ് B ട്രാൻസ്പോസ് A ട്രാൻസ്പോസ് ഈ രൂപത്തിലാണ് വരിക. മൂന്ന് മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നത്. ഓക്കെ, ഇനി ചില സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെട്രിക്സ് ഉണ്ട്. ഒരുപാട് മെട്രിക്സുകളുണ്ട്. നമ്മൾ വളരെ കുറച്ച് മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഇത്തരം ടൈപ്പിന്, അതായത് 0 എലമെൻറ്റ്സ് മാത്രം വരുന്ന, എൻട്രീസ് മാത്രം വരുന്ന മെട്രിക്സ് നമ്മൾ 0 മെട്രിക്സ് എന്ന് പറയും. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ബോൾഡ് 0 കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഏതൊരു മെട്രിക്സിനെയും കൊണ്ട് 0 മെട്രിക്സ് കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, ആ മെട്രിക്സ് തന്നെ കിട്ടും. അതുപോലെ തന്നെ ഒരു മെട്രിക്സിനെ അതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത്? 0 മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നത് തന്നെയാണ്. നെക്സ്റ്റ് ട്രയാങ്കുലർ മെട്രിക്സ്. ഇപ്പോൾ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഓഫ് മെട്രിക്സിലാണ് ട്രയാങ്കുലർ മെട്രിക്സ്. An n by n matrix A is said to be triangular matrix if all its entries above the main diagonal are zeros or if all its entries below the main diagonal are zeros. ഇപ്പോൾ മെയിൻ ഡയഗണൽ എന്താണെന്ന് അറിയാം. നമുക്ക് ഈ കേസിൽ മെയിൻ ഡയഗണൽ വരുന്നത് ഇതാണ്. ഇതാണ് മെയിൻ ഡയഗണൽ എൻട്രീസ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഇത് കംപ്ലീറ്റ് 0 ആണ്. ഒരു ട്രയാങ്കിൾ പോലെ ഉണ്ട്. താഴെയും നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്നാണ് പറയുക. മുകളിൽ 0 വരുന്നതിന് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ മെയിൻ ഡയഗണൽ എൻട്രീസിൻ്റെ താഴെയാണ്, അല്ലെങ്കിൽ മെയിൻ ഡയഗണലിൻ്റെ താഴെയാണ് 0s വരുന്നത്. അപ്പോൾ അതിന് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയും. രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെട്രിക്സ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളെ ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെൻറ്റ്സ് മാത്രം ഒഴിച്ച് ബാക്കിയെല്ലാം 0, അതിനെയാണ് നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ സ്കേലാർ മെട്രിക്സ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 5 × 1001 എന്ന് എഴുതാം. ഇത്തരം മെട്രിക്സുകളെ നമ്മൾ സ്കേലാർ മെട്രിക്സ് എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഐഡൻറ്റിറ്റി മെട്രിക്സ് നിങ്ങൾക്കറിയാം. ഈ പറയുന്ന രൂപത്തിൽ 1 0 0 0 0 1 0 ഈ മെയിൻ ഡയഗണലിലൊക്കെ 1 ആയിട്ട് വരുന്ന മെട്രിക്സാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി സിമെട്രിക് മെട്രിക്സ്. ഒരു മെട്രിക്സ് സിമെട്രിക് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ്? A = A ട്രാൻസ്പോസ്. രണ്ടും സെയിം ആയിരിക്കും. ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോഴും അത് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ്
സിമെട്രിക് മെട്രിക്സ്. ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട് 1 2 7 2 5 6 7 6 4. അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോഴും സെയിം ആണ് കിട്ടുക. അപ്പോൾ ഇതൊരു സിമെട്രിക് മെട്രിക്സ് ആണ്. ഓക്കെ, നൗ ഇവിടെ റിമാർക്സ് തന്നിട്ടുണ്ട്. അത് ഈ ക്യാപിറ്റൽ എം എന്നിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സെറ്റ് ഓഫ് ഓൾ m/n മെട്രിക്സ് ഓൺ വിച്ച്, ഇപ്പോൾ ഒരു ഇതാണ് എം എൻ എന്ന് പറയുന്നത്, കോമ. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് എല്ലാ ഈ m/n മെട്രിക്സുകളുടെ കളക്ഷനാണിത്. ഓക്കെ, ഇതിൽ ഈ ഓപ്പറേഷൻ മെട്രിക്സ് അഡീഷന്, അതായത് ഇതിൽ 2 മെട്രിക്സുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് എന്തിലുണ്ടാവും? ഇതിൽ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിലൊരു മെട്രിക്സ് എടുത്തിട്ട് അതിനൊരു സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ അത് ഇതിലുണ്ടാവും. നിങ്ങൾ വെക്ടർ സ്പേസിൽ ഈ ഒരു ഇത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതായത് ക്ലോഷർ പ്രോപ്പർട്ടി, 2 മെട്രിക്സുകൾ ആഡ് ചെയ്തിട്ട് അത് ഇതിൽ തന്നെ ഉണ്ടെങ്കിൽ ക്ലോസ്ഡ് വിത്ത് വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ എന്നാണ് അതിന് പറയാം. അതുപോലെ തന്നെ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ. So this means this is closed under matrix addition and scalar multiplication. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള 7ഉം 5 ഇതൊക്കെ കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്കിത് പറയാൻ പറ്റും ഇത് ഒരു വെക്ടർ സ്പേസ് ഫോം ചെയ്യുന്നുള്ള. ഈ വെക്ടർ സ്പേസ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഓൾറെഡി അറിയുന്ന കാര്യമാണ്. നമുക്ക് ഈ മെട്രിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് അതിൻ്റെ ഓപ്പറേഷൻസ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെട്രിക്സ്, ഇതൊക്കെയാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ മെറ്റീരിയൽ ഞാൻ ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇത് ഒന്നും കൂടി റീഡ് ചെയ്യുക. എവിടെയെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ തന്നെ ഇതിൽ എക്സസൈസ് പാർട്ടിൽ നിങ്ങൾക്ക് എവിടെയാണോ കൺഫ്യൂഷൻ ഉള്ളത് ആ എക്സസൈസുകൾ ചെയ്യുക, മാക്സിമം ചെയ്യുക. ഓക്കെ, എസ്പെഷ്യലി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, താങ്ക് യു.